പാതപൂജ വിവാദത്തിൽ ഗവർണർക്കെതിരെ SFIയുടെ ബാനർ തിരുവനന്തപുരം സംസ്കൃത കോളേജിലാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. റിനു ശ്രീധർ സംസ്കൃത കോളേജിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്. പറയൂ ഈ ബാനറിന്റെ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. നമുക്കറിയാം, പാദപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒരു വശത്ത്, മറുവശത്ത് ഗവർണറും RSSും എന്നുള്ളതാണ്. ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ആശയ സംഘർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് SFI ഇപ്പോൾ ഗവർണർക്കെതിരെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരം സംസ്കൃത കോളേജിന് മുന്നിൽ ബാനർ കെട്ടിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് സംസ്കൃത കോളേജിന് മുന്നിലാണ്. ഈ ബാനറിൽ പറയുന്നത് പാദപൂജ ചെയ്തത് നേടിയതല്ല വിദ്യാഭ്യാസം എന്നുള്ളതാണ്, പാടത്ത് പണിമുടക്ക് നടത്തി നേടിയതാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇതിന്റെ തൊട്ടു പിന്നിലാണ് സംസ്കൃത കോളേജിന്റെ ചുവരിൽ നമുക്ക് കാണാൻ കഴിയും അയ്യങ്കാളി പഞ്ചമിയെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു ചിത്രവുമുണ്ട്. നമുക്കറിയാം, പാടത്ത് പണിയെടുക്കില്ല, വിദ്യാഭ്യാസം തങ്ങളുടെ കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് അയ്യങ്കാളി. ആ അയ്യങ്കാളിയുടെ ചുവർ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംസ്കൃത കോളേജിന് മുന്നിൽ ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു ബാനറുണ്ട്. അതിൽ വി വാണ്ട് ടു സേ സംതിങ് ഓൺസ് മോർ മിസ്റ്റർ ഗവർണർ, RSSന്റെ തറവാട് സ്വത്തല്ല രാജ്ഭവൻ എന്നുള്ള ഒരു ബാനറും കെട്ടിയിട്ടുണ്ട് SFI എന്നുള്ളതാണ്. എന്തായാലും പാദപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു ആശയ സംവാദത്തിലേക്ക് പോകുന്ന സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ SFI ഇത്തരത്തിൽ സംസ്കൃത കോളേജിന് മുന്നിൽ ബാനർ കെട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഗവർണറും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും SFIയും എല്ലാം തന്നെ ഈ സർവകലാശാല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശയ സംവാദത്തിലേക്ക്, സമരങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ തന്നെ പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പാദപൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിലേക്കും പോയത്. എന്തായാലും SFI പരസ്യമായി തന്നെ നേരത്തെ ഇതിൽ രംഗത്തെത്തുകയും ഗവർണർക്കെതിരെ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ സംസ്കൃത കോളേജിന് മുന്നിൽ ഇപ്പോൾ വലിയൊരു ബാനർ പ്രതിഷേധിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. SK.